ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐവിൽനോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് തീ അമ്പലത്തിലേക്ക് ആ ചെരുപ്പ് തിരിച്ചു വെക്കാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെയാണ്. അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് രണ്ട് ചെറുക്കന്മാരെ കാണുന്നുണ്ട്. അവരവനോട് 500 രൂപ തരാനായിട്ട് പറയുന്നുണ്ട്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ അമ്പലത്തിൽ നിന്ന് ചെരുപ്പ് എടുത്തതിന് പകരമായിട്ട്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്തിനെന്ന്. അപ്പോൾ അവർ പറയുന്നു, നീ 500 രൂപ തന്നില്ലെങ്കിൽ ഞങ്ങൾ പോയി ആ അമ്പലത്തിലെ മോങ്കിനോട് പറയും, അയാൾ പോലീസിനോട് പറഞ്ഞ് പിന്നെ നീ 2000 രൂപ കൊടുക്കേണ്ടി വരുമെന്ന്. ഇത് കേട്ടിട്ട് അവൻ പറയാം, അയ്യോ അങ്ങനെയൊന്നും ചെയ്യേണ്ട, ഞാൻ പൈസ തരാമെന്നും പറഞ്ഞ് പൈസ അയച്ചു കൊടുക്കാനായിട്ട് ഫോൺ എടുക്കുന്നു. അത് കണ്ടിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കയ്യിലേക്ക് തന്നാൽ മതിയെന്ന്. അപ്പോൾ അവൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ലല്ലോ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അവന്മാരാണെങ്കിൽ അവനെ തറയിലേക്ക് തള്ളിയിട്ടിട്ട് അവൻ്റെ ഷൂ ഒക്കെ എടുത്ത് എറിയാണ്. എന്നിട്ട് അവനെ അടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടേക്ക് നോയ് വരുന്നു. നോയെ കണ്ടിട്ട് അവർ പേടിക്കുന്നുണ്ട്. അപ്പം നോയ് അവരോട് പറയാണ്, നിങ്ങൾ മര്യാദയ്ക്ക് അവൻ്റെ ഷൂ എടുത്ത് എറിഞ്ഞത് അതുപോലെ അവൻ്റെ കാലിൽ കൊണ്ടുവന്ന് തിരിച്ചിടാൻ. അങ്ങനെ അത് കേട്ട് പേടിച്ചാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ആ ഷൂ എടുത്തുകൊണ്ട് വന്ന് തീയുടെ കാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവർ ഷൂ ഇട്ട് കൊടുത്തതിന് ശേഷം നോയ് അവരോട് പറയാണ്, ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് അവനോട് സോറി ചോദിക്കണമെന്ന്. അങ്ങനെ അവർ സോറിയും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറയാണ്, ഞാൻ ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ തീയുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ നോക്കിക്കോ എന്ന്. ഇവനിങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് അവർ പേടിച്ച് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഓടയാണ്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം നോയ് തീയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് കൈ നീട്ടിയിട്ട് പറയുന്നു, നീ പെട്ടെന്ന് എണീറ്റ് വരാൻ. അങ്ങനെ അവൻ എണീറ്റതിന് ശേഷം പറയാണ്, നീ ഈ അമ്പലത്തിന് ചുറ്റുമുള്ള എല്ലാവരും എന്നെ പോലെ നല്ലവനാണെന്ന് കരുതരുതെന്ന്. അത് കേട്ടിട്ട് തീ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ബൈക്കിൽ പോകുന്ന സമയത്ത് നോയ് തീയോട് ചോദിക്കുന്നു, ഇന്ന് നീ പതിവ് പോലെ വീഴാനായിട്ട് പോകുമോ എന്ന്. അപ്പോൾ പറയുന്നു, ഇല്ല ഇന്ന് സ്പീഡ് കുറച്ചല്ലേ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. അത് കേട്ടുടനെ നോയാണെങ്കിൽ ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടുകയാണ്. തീയാണെങ്കിൽ പതിവ് പോലെ നിലവിളിക്കാനും തുടങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവർ നേരത്തെ ഇരുന്ന അതേ സ്ഥലത്തെത്തിയാണ്. അപ്പോൾ എത്തുന്ന സമയത്ത് നോയുടെ കൂടെ തന്നെ അതിനകത്തേക്കും തീയും കയറി ചെല്ലുന്നു. അപ്പം നോയുടെ അടുത്ത് തീ ചോദിക്കുന്നുണ്ട്, നമുക്ക് ബാക്കി ഹോംവർക്ക് ചെയ്താലോ എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, നിൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ ബാക്കി ഹോംവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഇല്ലല്ലോ, അതുമാത്രമല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചില്ലായിരുന്നല്ലോ, ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്കല്ലേ വന്നതെന്ന്. ഇതൊക്കെ കേട്ടിട്ട് തീക്കാണെങ്കിൽ ഒരുമാതിരി ആകുന്നുണ്ട്. അങ്ങനെ അവൻ പറയുന്ന, പിന്നെ ശരി ഞാൻ പോകുന്നു. പിന്നെ പോകുന്നതിന് മുമ്പ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റൊന്നുമല്ല, എന്നെ അങ്ങോട്ട് പോകാനായിട്ട് നീ സഹായിച്ചതിനും അതുപോലെ ആ പയ്യന്മാരുടെ അടുത്ത് നിന്ന് രക്ഷിച്ചതിനും ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നോയ് അവനെ വിളിച്ച് അവിടെ നിർത്തുകയാണ്. എന്നിട്ട് എന്തോ സാധനം കയ്യിലെടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഇത് പാമ്പിന് കൊടുത്താൽ അവൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമോ, നിൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്നൊന്ന് പറയോ എന്ന്. അങ്ങനെ അത് നോക്കിയിട്ട് കുറച്ച് നേരം ആലോചിച്ചിട്ട് തീ പറയുന്നു, എന്തായാലും ഇത് പാമ്പിന് ഇഷ്ടപ്പെടുമായിരിക്കുമെന്ന്. അത് കേട്ടിട്ടാണെങ്കിൽ നോയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവൻ ആ സാധനം എടുത്ത് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ഒരുങ്ങുകയാണ് പാമ്പിനെ കാണാനായിട്ട്. അപ്പം അതൊക്കെ കണ്ടിട്ട് തീ നോയോട് പറയുന്നു, എന്തായാലും ഇപ്പോൾ ഈവനിങ് ആയില്ലേ, അവൾ എപ്പോഴേ വീട്ടിലേക്ക് പോയി കാണും, അതുകൊണ്ട് നീ വേറൊരു ദിവസം കൊണ്ടുപോയി കൊടുക്കെന്ന്. അതുപോലെ നിനക്കിത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പാമ്പായിട്ട് ആക്ട് ചെയ്യാമെന്ന് തീ പറയുന്നുണ്ട്. അതിനൊക്കെ ശേഷം രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ നോയോട് തീ ചോദിക്കുന്നുണ്ട്, അല്ല നീ എങ്ങനെയാ പാമ്പിനെ കണ്ടുമുട്ടിയതെന്ന്. അങ്ങനെ നോയ് ചോദിക്കുന്നു, ഞാൻ ഇതൊക്കെ നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നീ എന്നെ സഹായിക്കുമോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ എന്തായാലും നിന്നെ സഹായിക്കുമെന്ന്. അതൊക്കെ കേട്ടിട്ട് നോയ് എല്ലാം പറഞ്ഞു തുടങ്ങിയാണ്. അവനൊരു ദിവസം അമ്പലത്തിൽ പോയ സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ തീ അതിനിടയ്ക്ക് കയറി ചോദിക്കുന്നു, നീ കണ്ടത് പാമ്പിനെ അല്ലേ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഒരുമാതിരി അവനെ നോക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അവൻ പറയുന്നു, കുഴപ്പമില്ല നീ കണ്ടിന്യൂ ചെയ്തോ, ഞാനിനി ഒന്നും പറയില്ലെന്ന്. അങ്ങനെ അവൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ആദ്യം അവളെ പേരറിയത്തില്ലായിരുന്നു എന്ന്. അതിൻ്റെ ഇടയിൽ കയറി അവൻ വീണ്ടും ചോദിക്കുന്നു, നിൻ്റെ അടുത്ത് പേര് പറഞ്ഞു തന്നത് റാനല്ലേ, എനിക്കറിയാമെന്ന്. അങ്ങനെ വീണ്ടും അവൻ ഇങ്ങനെ ഒരുമാതിരി നോക്കുന്നത് കണ്ടിട്ട് അവൻ പറയുന്നു, ഞാൻ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നതാണെന്ന്. പിന്നെ അതിനുശേഷം നോയ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ അവൻ പറയാണ്, അന്ന് വന്ന സമയത്ത് അവളെ കയ്യിലൊരു ലോട്ടസ് ഉണ്ടായിരുന്നു, അത് വെച്ച് അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന്. അതുമാത്രമല്ല, അവൾ പ്രാർത്ഥിച്ചിട്ട് തിരിയുന്ന സമയത്ത് നോയെ നോക്കി ചിരിക്കുന്നുണ്ട്. നോയ് നേരത്തെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക തന്നെ, എന്നാൽ അവൾ നോക്കി ചിരിച്ചതല്ലേ, അതുകൊണ്ട് അവൻ കുറച്ചും കൂടെ ചിരിക്കുന്നുണ്ട്. അതിനൊക്കെ ശേഷം അവൾ എന്തോ ഒരു ടിന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കുലുക്കി അതിൽ നിന്നൊരു കമ്പ് പോലത്തെ സാധനം തറയിലേക്ക് ഇടുന്നുണ്ട്. ഇതേപോലെ ഈ കഥയൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് തീയും ചെയ്യാണ്. തീയാണെങ്കിൽ ആ ടിന്നെടുത്തിട്ട് നല്ലതുപോലെ കുലുക്കുന്നുണ്ട്. അവൻ കുലുക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല കോമഡി ആയിട്ടുണ്ട്. അവസാനം അതിൽ നിന്നൊരു കമ്പ്
തറയിലേക്ക് വീഴുന്നുണ്ട്. അതിൽ എഴുതിയേക്കുന്നത് 1 എന്നാണ്. ഇവരെന്തിനാണ് ഈ കമ്പ് ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ അവർ അമ്പലത്തിൻ്റെ അടുത്ത് കുറച്ച് നോട്ട്സ് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ കമ്പിലുള്ള അതേ നമ്പേഴ്സ് കൊടുത്തേക്കുന്നത്. ഏത് നമ്പറാണോ അവർക്ക് ആ കമ്പിൽ നിന്ന് കിട്ടുന്നത് അതനുസരിച്ച് പോയി അവരിത് വായിക്കും. അപ്പോൾ ഇവനിപ്പോൾ കിട്ടിയത് 1 അല്ലേ, അതുപോലെ തന്നെയാണ് അന്ന് പാമ്പിന് 1 കിട്ടിയത്. അങ്ങനെ അവൾ പോയി അത് വായിക്കുന്നുണ്ട്. അവൾ വായിച്ചു കഴിഞ്ഞ് പോയ ഉടനെ തന്നെ പിന്നാലെ നോയും പോയി അവൾ വായിച്ചത് തന്നെ വായിച്ചു നോക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ നേരത്തെ തീ പറഞ്ഞില്ലായിരുന്നു നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന്, അതുകൊണ്ടൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കുകയാണ്. അപ്പം അവൻ പറയാണ് എന്തായാലും നീ പോകുന്ന സ്ഥലവുമായിട്ട് സിമിലർ ആയിട്ടുള്ള സ്ഥലമാണിത്, നമുക്ക് എന്തായാലും ചെയ്തു തുടങ്ങാമെന്ന്. അപ്പം നോയ് പറയാണ് എന്തായാലും എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നീ പാമായിട്ട് തന്നെ ആക്ട് ചെയ്താൽ മതി. കാരണം നോയ് ആകാൻ എന്നെക്കൊണ്ട് മാത്രമേ പറ്റൂ. എൻ്റെ ആ ഹാൻഡ്സമായിട്ടുള്ള ലുക്കും അതുപോലെ സ്റ്റൈലൊന്നും മറ്റാരെ കൊണ്ട് ചെയ്യാനൊക്കില്ല, അതുകൊണ്ട് നോയായിട്ട് ഞാൻ തന്നെ ചെയ്തോളാന്ന്. എന്നിട്ട് നോയ് പറയുന്നു ഇനി നീ പറയാനുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങിക്കോ എന്ന്. അങ്ങനെ അവൻ ആദ്യമായിട്ട് പറയുന്നത് നീ ആദ്യം ചെയ്യാനുള്ളൊരു കാര്യം പോകുന്ന സമയത്ത് ഒറ്റയ്ക്ക് പോകാനായിട്ട് ശ്രമിക്കണം. കാരണം നീ ഇങ്ങനെ ഗ്യാങ് ആയിട്ട് പോകുമ്പോഴത്തേക്കും അവൾക്ക് പേടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നീ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നീയാണ് പാം, നീ നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്ന സമയത്ത് നോയ് വാത്പുവും അവൻ്റെ ഗ്യാങ് കൂടി വരുന്നു, അതും കയ്യിൽ വെപ്പൺസൊക്കെ ഉണ്ട്. ആ സമയത്ത് നിനക്ക് പേടിയാകില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് പോയാൽ മതിയെന്ന്. ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും അവൾ അധികം പേടിക്കാനായിട്ട് സാധ്യതയില്ല. അതുപോലെ നീ എന്തായാലും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലോട്ടസ് ആയിരിക്കൂലേ, അതിന് പകരം നീ ലവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റോസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂ കൊടുക്കുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന്. അതിനുശേഷം അവൻ പറയണ് എന്നിട്ട് നീ ഇങ്ങനെയും കൂടെ പറയണം, ഇത് നീ വാങ്ങിക്കോ, ഇത് എൻ്റെ ഹൃദയമാ, നിനക്ക് വേണ്ടിയാ ഇത് ഞാൻ തരുന്നേന്ന്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നോയ് ആലോചിക്കുന്നത് നോയ് പാമായിട്ടും അതുപോലെ തീ നോയുമായിട്ടും അല്ലേ. അപ്പം നോയ് ആണെങ്കിൽ ആ പൂ വാങ്ങുന്നുണ്ട്. നോയ് പാമ്പിന് കൊടുക്കുന്ന പൂവ് പാം അക്സെപ്റ്റ് ചെയ്യോ ഇല്ലെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഇവർ ഇത്രയും പറഞ്ഞതിന് ശേഷം രണ്ടുപേരും കൂടെ തീ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനൊക്കെ ശേഷം അവർ മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. അപ്പം നോയ് അവനോട് പറയാണ് നീ പറഞ്ഞത് ശരിയാ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും റോസ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്, കാരണം അതല്ലേ ലവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എന്തായാലും അത് തന്നെ കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന കുറച്ച് റിബൺസ് ഉണ്ടല്ലോ, അത് അവൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ എന്ന്. ഇത് കേട്ടിട്ട് അവൻ പറയുന്നു സത്യം പറയാലോ ആ ലോട്ടസിനെ കാട്ടി ഏറ്റവും മോശമായിട്ടുള്ള സാധനമാണ് അതുകൊണ്ട് അത് കൊടുക്കണ്ടെന്ന്. ഇത് കേട്ടിട്ട് നോയ് ചോദിക്കുന്നു നീ നേരത്തെ എന്തോന്ന് പറഞ്ഞത് ഇപ്പം എന്തോന്ന് പറയുന്നേന്ന്. അപ്പം അവൻ പറയുന്നു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നീ ഇത് കൊടുക്ക്, പക്ഷേ അത് റിബണ്ണായിട്ടല്ല, അതിന് പകരം അത് റോസസ് ആയിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അവൾക്ക് കൊടുക്കുക, എന്തായാലും അവൾക്കത് ഇഷ്ടപ്പെടുമെന്ന്. ഇവർ ഇത്രയൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നോയ് വീട്ടിലേക്ക് പോകുന്നത് പോലെയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി നല്ല സന്തോഷത്തോടെയാണ് നോയ് പോകുന്നത്. നോഹിയാണെങ്കിൽ നോയ് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഇവനിത് എന്ത് പറ്റി വല്ലാത്തൊരു സന്തോഷം എന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവനാണെങ്കിൽ അകത്ത് പോയതിന് ശേഷം അവൻ്റെ ബാഗിൽ നിന്ന് കുറച്ച് റോസാപ്പൂ ഉണ്ടാക്കിയത് എടുക്കുകയാണ്. അതെടുത്ത് കൈ വെച്ചതിന് ശേഷം അവൻ എന്തോ ആലോചിക്കുന്നത് മറ്റൊന്നുമല്ല, അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നാണ്. അവൻ ഒറ്റയ്ക്കിരുന്നല്ല അത് ഉണ്ടാക്കിയത്, അവനെ സഹായിച്ചത് തീയാണ്. അത് ഉണ്ടാക്കിയതിന് ശേഷം അവനോട് പറയണേ എന്തായാലും നിൻ്റെ ഐഡിയ കൊള്ളാം, നല്ലതായിട്ടുണ്ട് ഈ പൂച്ചെണ്ടെന്ന്. എന്നിട്ട് നോയ് തീയോട് ചോദിക്കുന്നു എന്തായാലും ഇത് പാമ്പിന് ഇഷ്ടപ്പെടുമായിരിക്കുമല്ലേ എന്ന്. അപ്പം അവൻ പറയുന്നു എന്തായാലും ഇഷ്ടപ്പെടും, നീ കൊണ്ടുപോയി കൊടുക്കാൻ. നോയ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നോഹി വരുന്നു. നോഹി അവൻ്റെ കയ്യിരിക്കുന്ന പൂ കണ്ടിട്ട് ചോദിക്കുന്നു അല്ല നിനക്ക് ഈ പൂ ആര് തന്നതാണെന്ന്. അപ്പം അവൻ പറയുന്നു ഇതെനിക്ക് ആര് തന്നതൊന്നുമല്ല, ഞാനിത് സ്വന്തമായിട്ട് തയ്യാറാക്കിയതാണെന്ന്. അത് കേട്ടിട്ട് അവൾ ചോദിക്കുന്നു നീ തയ്യാറാക്കിയതോ എന്ന്. അപ്പം അവൻ പറയുന്നു ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരാൾ സഹായിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു അത് തീയാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു അതെ അത് തീ തന്നെയാണെന്ന്. നോയ് പറഞ്ഞതിന് ശേഷം നോഹി പറയുന്നു പിന്നെ ഞാൻ താഴേക്ക് പോകുന്നു, ഞാൻ താഴെ കാണുമെന്ന്. അപ്പോൾ അവൻ പറയുന്നു നീ പോവില്ലേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ എന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു എന്ത് സഹായമെന്ന്. പിന്നെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ അവൻ സ്കൂളിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ക്ലാസ്സിൽ ചെന്നുടനെ ഓമാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ നോയിയുടെ ബുക്ക് കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു നീ പെട്ടെന്ന് തന്നെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ച് ശരിയാക്കുമെന്ന്.
ഓൻ പറയുന്നത് കേട്ട് പേടിച്ച ആ ചെറുക്കനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോംവർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ബുക്ക് തുറന്ന് നോക്കിയിട്ട് അവൻ പറയാണ് ഇതിൽ ഓൾറെഡി ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ട് പെട്ടെന്ന് അന്തം വിട്ട് അവനാണെങ്കിൽ ബുക്ക് എടുത്ത് നോക്കിയിട്ട് നോയോട് ചെന്ന് ചോദിക്കുകയാണ്, അല്ല നോയി നിൻ്റെ ഹോംവർക്ക് ആരാ ചെയ്തതെന്ന്. അപ്പോൾ നോയി പറയുന്നു വേറെ ആരും ചെയ്തതല്ല, ഞാൻ തന്നെയാണ് ചെയ്തതെന്ന്. അപ്പോൾ ഇതിന് ശേഷമുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായെങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.